നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു മനോഹരമായ ഒരു സ്ഥലമുണ്ട്. അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പം എനിക്ക് നല്ല കൗതുകം തോന്നി. അതായത് ഞങ്ങളുടെ വരന്തരപ്പള്ളിയിൽ നിന്ന് ഒരു 10-20 കിലോമീറ്റർ കിഴക്കോട്ട് പോയാൽ ചിമ്മിനി ഡാം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. ചിമ്മിനി ഡാമിലേക്ക് പോകുമ്പോൾ നമ്മൾ വരന്തരപ്പള്ളി കഴിഞ്ഞിട്ട് ഇവിടുന്ന് കുറച്ച് കിഴക്കോട്ട് പോയാൽ ഫോറസ്റ്റ് തുടങ്ങുകയാണ്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് റൈറ്റിലേക്കൊരു വഴിയുണ്ട്. അത് കച്ചേരിക്കടവ് എന്ന് പറയും. ഈ പുഴയുണ്ട്, നമ്മുടെ ഈ ഭാഗത്തുള്ള പുഴയുണ്ടല്ലോ, കുറുമാലിപ്പുഴ, നന്ദിയാറ് എന്നൊക്കെ പറയുന്ന ആ പുഴയുടെ മുകളിൽക്കൂടെ ഒരു പുതിയ പാലം നിർമ്മിച്ചിട്ടുണ്ട്. കച്ചേരിക്കടവിലെ പാലം. കച്ചേരിക്കടവ് കടന്ന് അപ്പുറത്തേക്ക് കടന്നാൽ, ഈ പാലം കടന്നാൽ നമുക്ക് അവിടെ മുപ്പിളിയത്തിൻ്റെ ഭാഗമാണ്. മുപ്പിളിയം, വെള്ളാരമ്പാടം എന്നൊക്കെ പറയും. അങ്ങനത്തെ കുറേ സ്ഥലങ്ങളാണ്. അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ആദ്യമായിട്ടാണ് ഞാൻ അതിൽ കൂടെ പോണത്. ആ പാലം പുതിയതാണ്. അപ്പോൾ പാലത്തിൽ കൂടെ യാത്ര ചെയ്ത് നമ്മൾ അവിടേക്ക് പോവാണ്. അങ്ങനെ കുറേ വഴി പോയി കഴിഞ്ഞാൽ അങ്ങനെ കുണ്ടായി, ചൊക്കന എന്നൊക്കെ പറഞ്ഞ കുറേ സ്ഥലത്ത് റബ്ബർ എസ്റ്റേറ്റുകളും അതുപോലെ തന്നെ തൂക്കുപാലങ്ങൾ, പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ നിർമ്മിച്ച ആ പഴയ തൂക്കുപാലങ്ങളൊക്കെ അവിടെ ഉണ്ട്. ആദിവാസി കോളനി ഉണ്ട് അവിടെ. പക്ഷേ കേരള ഗവൺമെൻറ് കുറേ പണമൊക്കെ ചിലവിട്ടിട്ട് അവിടെ നല്ല വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സൂപ്പർ വഴിയാണ്, കാണാൻ നല്ല മനോഹരമായ സ്ഥലങ്ങളാണ്. അത് ഞാനിതിങ്ങനെ പോയപ്പോൾ അതൊക്കെ ഇങ്ങനെ പിടിച്ച് വച്ചിരുന്നു. അപ്പം അത് ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യാണ് കേട്ടോ. വരൂ, ഞങ്ങളുടെ കൂടെ വന്നാൽ നിങ്ങൾക്കും ആ സ്ഥലമൊക്കെ കാണാം കേട്ടോ. നോക്കൂ, നമ്മളിപ്പോൾ കച്ചേരിക്കടവ് പാലത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. ഈ പാലം ഇപ്പം അടുത്ത് പണിതിട്ടുള്ള പാലമാണ്. ഇതിൽ കൂടെ ബസ്സൊന്നും പോയി തുടങ്ങിയിട്ടില്ല, എങ്കിൽ കാറുകളൊക്കെ പോകുന്നുണ്ട്. ഇത് കുറുമാലിപ്പുഴയാണ്, ചിമ്മിനി ഡാമിൽ നിന്നൊക്കെ വരുന്ന പുഴയാണ്. നമ്മളെ പുഴ കടന്ന് ഇപ്പുറത്തേക്ക് വന്ന മുപ്പിളിയാണ്. അതുകൊണ്ട് നമ്മുടെ റോഡിൽ പാടില്ലണ്ടേ, ഇവിടെ തിരിയുന്നോണ്ട് വഴി ഇതാണ് ഈ കാരോളം വഴി. കാരോളം പോലും കാരോളം പുലി കാടോ ശരിക്കും. ഇതാണ് കാട്. അല്ല, നമ്മൾ കഴിഞ്ഞ വഴി തെറ്റി വലിയ തേക്കുകളവിടെ. തേക്ക് മരം. ഈ പുഴയാണ് അത് ഉണ്ടല്ലേ. ഇതൊക്കെ പുഴയല്ലേ. ഇത് ഏത് സ്ഥലമായിരിക്കും? ഇത് പറയുന്നത് നമ്മുടെ കലർക്കൊന്നില്ലേ, ആശുപത്രിയുടെ അപ്പുറത്തോട്ട് വഴിയുണ്ട്. അപ്പൊ അതെന്ന് പറഞ്ഞു തേക്കും തൈകളല്ലേ. എത്ര തേക്കും തൈക്കളെ വെച്ചാണ് ഇത്.
പ്ലാന്റ് വെച്ചാല് വിൽക്കാനാണോ? അല്ലാന്ന് ആ കാടമ്മ അത് കാടിന്റെ ഫോറസ്റ്റിന്റെ ഫോറസ്റ്റ് കമ്പി ഉണ്ടാകും കറണ്ട് കമ്പി ഉണ്ടാകും ഫോറസ്റ്റ് തന്നെയാണ് മൃഗങ്ങൾ കരണ്ടിക്കാനായിട്ട് അവിടെ നിങ്ങൾ കരണ്ടിക്കാനായിട്ട് അവര് ഫുള്ള് തേക്കാണല്ലോ ഇത്. തേക്ക് വച്ചേക്കണതാ. മരം മുറിച്ചിട്ടുണ്ടാ മുമ്പേ അവിടത്തെ മുമ്പത്തെ തേക്കുകൾ മുറിച്ചിട്ട് തേക്ക് വെച്ചിട്ടുണ്ട് കറണ്ട് കമ്പി ഉണ്ടാകും ഇങ്ങോട്ട് മാനയും ഒന്നും വരാണ്ടിക്കാനായിട്ടാണ് എന്റെ അമ്മോ. ആന തന്നെയാണ് വരേണ്ടത് പന്നിയാവില്ല പന്നിയാണെ പിന്നെ തേക്ക് തൈ വെച്ചിട്ടേ കയ്യെ പടക്കരുത്. സൈക്കിള് വിൽക്കാനാ? സോളാർ അതാവില്ല ഇതങ്ങനല്ലേ ഇവിടെ ഉണ്ടായിരുന്ന മരം മുറിച്ച് കളഞ്ഞു അടുപ്പിച്ച് വെക്കോ ഒരിക്കലും വെക്കില്ലേ അത് പ്ലാൻ കൊണ്ടത് അതെ വണ്ണം വയ്ക്കില്ലേ? പിടിക്കപ്പെടണം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പിടിക്കപ്പെടുന്നത് പൊട്ടമ്പാടം. പൊട്ടമ്പാടം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേര് പൊട്ടമ്പാടം. ആന വരുമ്പോ ഷോക്ക് അടിക്കും, അപ്പൊ വരില്ല. അതിലിപ്പോ വലിയ ഷോക്ക് അത് കാടാണ് ഫോറസ്റ്റ് ആണ് അവിടെ ആനകളുണ്ടാവും ആന ഉണ്ടാവും കാട്ടുപന്നി ഉണ്ടാവും പുലി ഉണ്ടാവാൻ പറയാൻ പറ്റില്ല കടുവയ്ക്ക് ഉണ്ടാവാം അപ്പൊ അത് ഇങ്ങോട്ട് കടക്കാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് അവിടെ മെയിനായിട്ട് ആനയാണ് ഇവിടുത്തെ മെയിൻ ആൾക്കാര് അതിന് പിന്നെ വീണ്ടും പുഴ. വീണ്ടും പുഴ. ഭാരതപ്പുഴയല്ല, ഇത് കുറുമാലിപ്പുഴ. ചിമ്മിനിപ്പുഴ. നന്ദിയാറ്. പുഴയുടെ അവിടെ കാട് കറങ്ങി പുഴയുടെ കിട്ടില്ല. നമ്മൾ പുഴയുടെ തീരത്തെ കൂടെ പോണത്. നമ്മൾ കഴിഞ്ഞ ദിവസം കാളിയാറിൻ്റെ തീരത്തോടെ പോയില്ലേ? ഇതിന്റെ പേര് നന്ദിയാറ്. ഇവിടൊക്കെ കാട് വെട്ടിട്ടുണ്ടല്ലേ? അടിപൊളിയാക്കിയിരുന്നാണ്. കാളിയൻ ഉള്ളത് യമുന നദിയിലാണ് കാളിയൻ. കാളിന്തി നദി എന്ന് പറയും യമുന നദിക്ക്. മനസ്സിലായ? കാളിന്തി ഭംഗി വീണ്ടുന്നല്ലേ? ഓട്ടം ഫോൾ സീസൺ അല്ലേ? ഫോൾ FALL. ഈ സുന്ദരയുടെ കൂടെ രാത്രി കിടക്കുമ്പോഴേട്ടാ നമുക്ക് കുറേ അറിവ് കിട്ടൂട്ടാ ഇവളുടെ കൂടെ കിടന്നാല്. അതായത് അവള് അല്ലാന്ന് അമേരിക്കയില് നോക്കിയാ പോവാണ് ഭംഗിയാ. ഇവിടെ റോസല്ല, നമ്മളവിടെ അങ്ങനത്തെ ചെടി. അമേരിക്കയിലേ നമ്മള് ഇല വീഴുന്ന സമയത്തിന് എന്താ പറയാ? വിന്റർ. അതിന് അമേരിക്കയില് ഫോൾ എന്താ പറയാ? ഫോൾ. FALL. അതായത് ഇല വീഴുന്ന സമയം എന്നർത്ഥം. ബ്രിട്ടീഷില് ഓട്ടം. ബ്രിട്ടനില് അല്ലെ ഓട്ടം എന്ന് പറയാം. അമേരിക്കയില് ഫോൾ എന്ന് പറയും. ഓട്ടമാണ് കൂടുതൽ. നമ്മുടെ ഇവിടെ എന്താ പറയാ? നമ്മളോടൊന്നും പറയില്ല. ഒന്നും പറയില്ല. വഴികളൊക്കെ പിന്നെ അവള് കുറെ തലമുറകളെ പറ്റി പറഞ്ഞു. ഇവരൊക്കെ വേറെ തലമുറയാ. ഓരോരുത്തർക്കും ഒരു തലമുറയുണ്ട്. ബൂമർ. ഞങ്ങൾ അച്ഛനേട്ടൻ ഞാനൊക്കെ ബൂമറാണ്. മില്ലേനിയൻസ്. ഇവിടെ പിള്ളേര് കളിക്കാനൊരുതേക്ക് സ്ഥലം ഗ്രൗണ്ട്. ഇവിടെ ഏതാ സ്ഥലം? കാരുകുളം. നല്ല ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് ഫുട്ബോൾ കളിക്കാൻ. ഫുട്ബോൾ പോവാണ്ടിക്ക നെറ്റ് കെട്ടിനാണ്ട. ഇവിടെയാണ് ഇവിടെ സ്കൂള്. ഇത് കൽക്കുഴിയാ? നല്ല ഭംഗിയില്ല പൂവല്ലത്. മുന്നിൽ പിടിച്ചാ മതി. മുന്നിൽ
ബീച്ചിൽ പോയില്ലേ നമ്മള്? ബീച്ചിൽ പോയി ശരിക്കും നന്നായി പോയിട്ടില്ലേ? അവിടെയൊക്കെ ആൾക്കാർ വെച്ചത് ഇതുപോലെ വന്നിട്ട് താമസിക്കാനുള്ളത്. ഭയങ്കര ഇരിക്കല്ലേ കുലുക്കം എങ്ങനെ ഒന്നും കാണാനൊന്നും പറ്റില്ല. അവിടെ ഭംഗിയുണ്ടല്ലോ. ഇന്ത്യക്കുള്ളിലേക്ക് പോകുന്ന വഴി മാത്രമേ ഉള്ളൂ. ഇന്ത്യക്കുള്ളിലേക്ക് എങ്ങനെയും പോവാം. മലയാള മേഖലയാണല്ലേ, ഇവിടെ കയറാൻ പറ്റുമായിരിക്കും. നല്ല റബ്ബർ പോലത്തെ മലകളും മൊത്തം 18 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. പക്ഷേ അത് നമുക്ക് ഈ 18 മിനിറ്റ് ഇവിടെ ഇന്നിപ്പോൾ 2 ഓൾമോസ്റ്റ് മണ്ണത്തിക്ക് പോവാനുള്ള ദൂരം. കിലോമീറ്റർ ഒരു ചോളം ഭയങ്കര വയ്യ. 18 കിലോമീറ്റർ അല്ലേ? അധികം വഴി ഉണ്ട് കേട്ടോ. നമ്മൾ ആ വഴി കൂടെ പറഞ്ഞ പോലെ അല്ല. ഇത്ര മതിയോ ഉമ്മ? ഇരിക്കാൻ പറ്റില്ല. ഞാൻ അവിടെ പോയി പഠിക്കാല്ലേ നമുക്ക്. ഈ തേക്കും കാട് അവിടെ നിറയെ ഈ തേനീച്ചപ്പെട്ടി വെച്ചിട്ടുണ്ട്. കണ്ട തേനീച്ചകളെ പിടിക്കാനായിട്ട് പെട്ടി വെച്ചിട്ടുണ്ട് അവിടെ. ഞാൻ തേനീച്ചകളെ പിടിക്കുമ്പോൾ തേനുണ്ടാക്കാൻ തേനീച്ചകൾക്ക് താമസിക്കാനുള്ള പെട്ടിയാണത്. ശരിക്കും ആ ശരി. എന്നിട്ടത് ഇത് പള്ളി ഏത് പള്ളിയായിരിക്കും? കുർബാന ഞായറാഴ്ച. നിങ്ങൾ തിരിയാനാ പറയണ? കമ്പിവേലി ഇങ്ങോട്ട് ആന വരാണ്ടിരിക്കാനാ? കാട്ടിൽ നിങ്ങൾ വരാണ്ടിരിക്കാനാ? അത് ശരി. ഷോക്ക് അടിക്കൂല്ലേ? നമ്മൾ പറഞ്ഞ ഷോക്ക് അടിക്കില്ലേ? പിന്നെ ഷോക്ക് അടിക്കുമ്പോ അതിനൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. തിരിച്ചു പോകുമ്പോൾ കിടക്കില്ല. ഓക്കെ. അപ്പൊ ഈ ഭാഗത്തില്ലല്ലോ. അത് ഈ ഭാഗത്ത് ഇവിടെ വീടുകളൊക്കെ ഉണ്ട്. ഒരു കമ്പിവേലി കണ്ടോ? എന്തെന്ന് പറയും? ഹാരിസൺ മലയാളം. ഹാരിസൺ മലയാളം. അവിടെ തനക്കൊള്ളി കുത്തിനെ പോലെ ഇത് എന്നിട്ടൊക്കെ കാണാൻ റബ്ബറിന് താഴെ കാടുകൾ. കാട്ടുപയർ പണ്ട് നമ്മൾ കേട്ടോ. കാട്ടുപയർ പയറിന്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കാട്ടുപയർ ഒരു ഇടയില് ചെയ്യുന്നുണ്ട്. അതാണ് സംഭവം. പക്ഷെ ഇതെന്തോ വള്ളിയാണ് കാട്ടുപയറായിട്ട് തോന്നുന്നത്. അത് പയറ് തന്നെ ഇതിന്റെ അങ്ങനെ ഇതായിട്ട് ഞാനൊക്കെ 7ാം ക്ലാസ്സിൽ ചെയ്യുമ്പോ കന്നാറ്റോടെ കാട്ടുപയറാണ് ഭയങ്കര വിലയാണ്. കന്നാറ്റോടെ സ്കൂളിൽ നടത്തും. അവിടെ നല്ല ബിരിയാണി കിട്ടോ. ഞാൻ സ്കൂളിലെ സൂപ്പർ ഇഷ്ടമാകുമ്പോഴേ അവിടെ പോയി കഴിക്കാറുണ്ട്. അമ്മ ഒരു ചാക്ക് വാങ്ങിട്ടില്ല. അമ്മ 5 സമൂസ വാങ്ങിച്ചു, 4 പഴംപൊരി വെച്ചു. പഴംപൊരി ശ്രീനന്ദ എന്നെയാണ്. പക്ഷെ ഇങ്ങനെ പിടിക്കട്ടെ വഴി ഇങ്ങനെ പിടിക്കാതെ കുക്കോട വാങ്ങിച്ചു. ഇങ്ങനെ പിടിക്കാട്ടെ. അപ്പൊ 2 ഭാഗവും കിട്ടും, വഴി കിട്ടും. നമ്മള് വഴി കൂടെ പോണ ഒരു ഫീല് കിട്ടും. അമ്മ മുമ്പിലിരുന്നല്ലോ. അവിടെ ഒരു മഞ്ഞപ്പൂ കണ്ട റോട്ടില്. ഇതല്ലേ ഇതല്ലേ ഇവിടെ വീടുണ്ട്. വീടുകളുണ്ട്. നമ്മുടെ അല്ലിയുടെ വീടുണ്ട്. ചേട്ടാ ഞാനേ
പരിപ്പുവടയും തക്കാളി മുറുക്കും തക്കാളി മുറുക്ക് പൊട്ടിക്കാൻ പറ്റുന്ന പൊട്ടിച്ചാൽ മതി വെറുതെ അത് എന്തെങ്കിലും 4 മണി കാപ്പിക്കൊക്കെ വേണമെങ്കിൽ I broke into a അത് ശങ്കരയുടെ സാധനം നല്ല സാധനമല്ലേ can't go back. And now I'm seeing all the beauty in the broken glass. The scars are part of me. We listen to the demons. We let them get between us. But none of us are out here on our own. So we were cowards. So we were harmony. നീ കേട്ടാൽ മതി അത് നീ കേട്ടില്ല ഭയങ്കര കുറുക്കനാണ് കുറുക്കൻ്റെ പോലെ Come on, what's the deal? കണിക്ക് പറ്റില്ല കുറുക്കൻ സൂത്രക്കാരനാണ് ആരും കൊണ്ടാണ് ധൈര്യം കൊടുക്കുന്നില്ല കോഴി പിടിക്കുന്നുണ്ടോ കുറുക്കനെ പിടിക്കാനുള്ള ധൈര്യം ഈ വാർഡിൽ ഇവരുടെ വാർഡിൽ 600 വീട് ആൾക്കാരുള്ളൂ ആകെ. നമ്മളുടെ ഒക്കെ 1200 1300 പണ്ട് മലപ്പുറത്ത് ആൾക്കാരാണ് അതെ അതെ ഫുള്ള് മലപ്പുറംകാരാണ്. ഇവിടുന്ന് മലപ്പുറത്തേക്ക് ബസ് ഇട്ടുണ്ടായിരുന്നു ഒരു പോകാൻ വേണ്ടിയിട്ട്. കുറേ ഉണ്ടായിരുന്നു കോട്ടക്കൽ അതെ 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 ബസ് ഉണ്ടായിരുന്നു. കോഴിക്കോട് കോട്ടക്കൽ കണ്ണൂര് നെക്സ്റ്റ് എന്ത് ഏത് കാണിച്ചില്ല നെക്സ്റ്റ് റൈറ്റ് They listen to my blood. കൂലിപ്പണിക്കാരെ ഒരു പൈസ വന്നിട്ട് മാറിയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരായി മാറിയത്. മറ്റേ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ കാശുകാരായിരിക്കും. അങ്ങനെ ഉണ്ടായത് ഈ ഇതിൻ്റെ കാൻഡിഡേറ്റ് നിൽക്കുന്നുണ്ട് ഒരാള് എവിടെ ചില നമ്മുടെ ഉണ്ടാവും കോൺഗ്രസിന് പോയിട്ട് നിൽക്കുമല്ലോ ആലപ്പുഴ പഠന പള്ളി കഴിഞ്ഞിട്ട് പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള മുസ്ലിങ്ങളൊക്കെ CPI അവർക്ക് ഇപ്പോഴാണ് അവർ മെമ്പർ ഇതെന്താ പള്ളി കണ്ട മസ്ജിദുൽ രാത്രി ആകുമ്പോഴേക്ക് മുഴുവൻ പള്ളികൾ പാടിയില്ലേ പാടി അതിലേ വരുമ്പോഴും പാടി കാണാം. അത് വേറെ പാടിയല്ലേ അവിടെ കാണുന്നതും പാടിയല്ലേ ചേട്ടാ അവിടെ കാണുന്നത് ഏത് എന്നിട്ട് കാണാൻ വലിയൊരു കെട്ടിടം പള്ളിയാ? കുറച്ച് പോയിട്ടേ തിരിച്ചു വരാൻ Take down, ഇപ്പൊ നമ്മൾ ചൊക്കനൊക്കെയാണോ പോണേ? ചൊക്കനെ പോണ വഴിയാണ്. ഇപ്പൊ നമ്മളിപ്പോ പോണത് എവിടേക്കപ്പോ കണ്ട പാടികള് പാടികള് പാടീസ് 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 എസ്റ്റേറ്റില് ജോലിക്കുള്ള ആൾക്കാർ താമസിക്കണ്ടല്ലോ ഇവിടെ ഇവിടെയുണ്ട് കുറെ ആട്ടുപാല എവിടെയപ്പോ നമ്മള് നടക്കാണ്ടില്ലേ 2 പിള്ളേര് അവര് ആട്ടുപാലിന് കൂടെ കയറി പോണത്. അപ്പൊ ചിമ്മിനി ഡാമിലേക്ക് അങ്ങോട്ടാ പോവാ?
ഇത് മുപ്ലി എസ്റ്റേറ്റാ. നമ്മൾ നേരത്തെ കണ്ട് ഹരിസൺ. ഈ മുപ്പത് സ്റ്റേറ്റിലായിരുന്ന വണ്ടി തന്നെയാണ് പിന്നെ മുപ്പത് ഇവിടെ പുഴയുണ്ടല്ലോ. ഇതേ പുഴ കാണണു. ഇതാണ് മുപ്ലി നദി അല്ലേ? മുപ്ലി നദി. അങ്ങനെയൊക്കെ അമ്മിട്ട പേരാണല്ലോ, ഞാൻ കേട്ടിട്ടില്ല. ആ ചിമ്മിനി മുപ്ലി എന്ന് പറയില്ലേ? ആ ചിമ്മിനി എന്ന് പറഞ്ഞ നദിയും മുപ്ലി നദിയും കൂടി ചേരും. കൊക്കുകൾ കണ്ട, കൊക്കുകൾ. അയ്യമ്മ എന്തൂരക ആ മൃഗങ്ങളല്ലേ. റോട്ടിൽ നിന്ന് മാറടാ. നോക്ക് റോഡിന്റെ മുന്നിൽ നിക്കണ മാറ്. മുത്തുമേത്ത് നീങ്ങണില്ല. പുഴ ഉണ്ടാ, പുഴ പുഴ പുഴയോര. ഇത് മുപ്ലി ചേട്ടനെ പറയാ മുപ്ലി എസ്റ്റേറ്റ്. മുപ്ലി തന്നെ മലയുണ്ട്. അപ്പൊ ഇല്ലേ മലയില്ലേ മുപ്ലി? അവിടെ നിന്നാണ് ഈ മുപ്ലി പുഴ വരണത് അല്ലേ? അപ്പൊ ഇതിൽ കൂടെ ആയിരിക്കും വെള്ളിക്കുളങ്ങരയ്ക്ക് പോവാ. ഇതാണ് വലിയ പുഴ. ഇവിടെ മുപ്പളി ഡാം പണിയാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ഒരു ചിമ്മിനിലെ ഡാം പണിത്. കാരണം മുപ്പളിയിൽ 2 മലയില്ലായില്ല. 2 മലയിലേക്ക് ചേർത്ത് ക്രോസ് ചെയ്യാൻ പറ്റും. എല്ലാ സ്ഥലങ്ങളും ഇവിടെ മുപ്പളിയിൽ പ്ലാനൊക്കെ എടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് കണ്ട് അത് ഗുണമുണ്ട. വലിയ കമ്പി പശു കുതിരയിക്കുന്നില്ലേ നല്ല കുത്തേ വയലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന Moopli Estate. എസ്റ്റേറ്റ് ഹോസ്പിറ്റൽ. മുപ്ലി എസ്റ്റേറ്റ് പള്ളി തന്നെയാണോ അല്ലേ? ഇതാണ് ഹോസ്പിറ്റലാ. ഹരിസൺ മലയാളം എസ്റ്റേറ്റ് അതിന്റെ ഹോസ്പിറ്റൽ അല്ലേ? ഇവിടുത്തെ തോട്ടം പണിക്കാരില്ലേ, ഈ എസ്റ്റേറ്റിൽ പണിയുന്ന ആൾക്കാരില്ലേ, അവർക്കുള്ള ESI ഹോസ്പിറ്റലാണത്. അവർക്ക് പൈസ കൊടുക്കാണ്ട്. റബ്ബർ കണ്ട, ഈ റബ്ബർ ഇതിന് എത്രയോ ഏരിയയിലെ റബ്ബറുള്ള ഈ റബ്ബറിന്റെ പാലെടുക്കണം. അതിന്റെ അപ്പുറത്ത് പുഴയുണ്ട് ചേട്ടാ. ഇതിന്റെ അപ്പുറത്ത് പുഴയാണല്ലേ അല്ലേ? പ്ലാസ്റ്റിക് കടലാസിന്റെ അടിയിലുണ്ടാവും ചേർത്തുണ്ടാവും. അതിനുള്ളിലേക്ക് ഡെയിലി കുറച്ച് ദിവസം പാല് വരും. അങ്ങനെ ഇത്രയും പാലുകൾ എടുത്തിട്ടാണ് റബ്ബർ ഉണ്ടാക്കണം. നമ്മള് ചവിട്ടി റബ്ബർ ഇല്ലേ നമ്മളുണ്ടാവും. ഇറങ്ങിയിട്ട് നോക്കിയാ മതി. എല്ലാ റബ്ബറും പിന്നെ വേറെയും കുറേ കാര്യങ്ങൾ യൂസ് ചെയ്യും. ഇരിക്കാലോ നമുക്ക്. എന്ത് ഭംഗിയല്ലേ ഇടാൻ കണ്ടില്ലെങ്കിൽ ഇപ്പൊ എന്താ ഇത് കണ്ടാ പോരെ? അല്ല പച്ചപ്പുല്ലുണ്ടാവും. അതുകൊണ്ട് സമയം കൊണ്ടുള്ള ഭംഗിയാണ്. അതാ നല്ല ആ പുഴ ഇവിടുന്ന് ഇതിക്കൂടെ പോണ്ട്. ആ പുഴ തന്നെയാണിത്. പുഴ അവിടെ പുഴ. അതിന്റെ അപ്പുറത്തെ പുഴയുടെ അപ്പുറത്ത് ഇവിടെ ഈ പുഴ എന്ന അപ്പുറത്തേക്ക് കിടക്കാനാണ് ആട്ടുപാലം വെച്ചിട്ടുണ്ടാവുക. ഇതാണ് ആട്ടുപാലം. ദേ കാണുന്നു. ആ ആട്ടുപാലം. അതിന് നിർത്തണം. നിക്കണം. നമുക്ക് നോക്കാലോ. കണ്ടൂടെ ഇതൊന്ന് ഇറങ്ങിയിട്ട്? ഇറങ്ങ നമുക്കൊന്ന് കാണാനായിട്ട്. നമ്മള് കണ്ട പയറ് കണ്ട, കാട്ടുപയറ് പറഞ്ഞ പയറ് കണ്ട. ഇതാണ് ആ പയറ്. അവിടെ ആ കുറേ വീട്ടുകാർ താമസിക്കുന്നുണ്ട് അവിടെ. അവര് നമ്മളെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് പോവാം.
എന്ത് ബെസ്റ്റ് സ്ഥലല്ലേ. എന്താ ചെയ്യണേ? മുത്തശ്ശി കയറാൻ പാടില്ല. പഴയ സിനിമയിലും മോഹൻലാലും പിന്നെ ഇടിക്കുന്നില്ല തപ്പുന്നോട്ടൊരു മതി. സുന്ദരി വാ സുന്ദരി വാ സുന്ദരി വാ. ഒരു കുഴപ്പമില്ല വാ. ഇത് അവിടെ ഒന്ന് കയറി നോക്കാട്ടോ. അതായത് ഇതെന്താണെന്നറിയാം പ്രത്യേകത, ഇത് ഈ കമ്പിമേണ് നിൽക്കണത്. ആട്ടുപാലെന്ന് പറയും. കണ്ട ഇതിൻ്റെ അടിയിൽ ചേട്ടാ 3 കമ്പി അടിയിൽ വെച്ചിട്ടുണ്ട്. കണ്ട വലിയ കമ്പികളാ, 3 കമ്പി. അതിൻ്റെ മുകളിൽ കമ്പി നിരത്തിയിട്ടുണ്ട്. ചേട്ടാ ഇതിമ്മ കൂടെ പോവാം. പുഴ കണ്ട ഇവിടെ ചിറ കെട്ടാറുണ്ട് ഇട്ട് ചേട്ടാ. നോക്കൂ, ചിറ കെട്ടാനായിട്ട് ചാക്ക് കൊണ്ടുവരണ്ട. അപ്പം ഇത് ഈ ചിറ ഏതായിരിക്കും? ആ എന്നിട്ട് ഈ കമ്പിമ പിടിച്ചിട്ട് അങ്ങോട്ട് പോവുക അല്ലേ. ഈ കമ്പിമ അങ്ങനെ പിടിക്കുക, ഇങ്ങനെ പോവുക. ഒരു കുഴപ്പമില്ല. ഇവിടെ അവിടെ ചെരിഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. അതന്നെ അവിടെ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അവരോട് ചോദിക്കാം നമുക്ക് കേട്ടാ. അവിടെ നിന്ന് ആൾക്കാർ വരണുണ്ട, അവരോട് ചോദിക്കാം നമുക്ക്. അവരിങ്ങടാ വരണത്. കയറണില്ല അവർ. ആ കുട്ടികൾ വരുന്നുണ്ട്, പെണ്ണുങ്ങളെ. ആ അവർ വരില്ലേ? അവർ കയറിയപ്പോൾ ഇതാടണു കേട്ടാ. ആ ആ ആ അവർ കയറിയപ്പോഴേ ഇതാടുന്നുണ്ട് കണ്ടാ. ഈശ്വരാ, അവരെങ്ങനെയാ വരാന്നങ്ങ് നോക്കട്ടെ കേട്ടാ. ആ നല്ലവണ്ണം ആടുണ്ട്. ആ അവർക്ക് പേടിയൊന്നുമില്ല. ആമ്പോ ഡുണ്ടു ഡുണ്ടുണ്ടോ ഡുണ്ടോ. നിങ്ങൾക്ക് പിടിക്കൊന്നും വേണ്ട. നിങ്ങളുടെ വീട് എവിടെയപ്പോൾ? ഇക്കര. അവിടെ എന്തിൻ്റെ പരിപാടി? ടാപ്പിങ്. ഇപ്പം അതൊക്കെ ഞാൻ ഇപ്പം ഞാൻ പോട്ടെട്ടാ. ഞാൻ ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെ വന്നങ്ങോട്ട്. പേരെന്തെന്നാ? എൻ്റെ പേര് റസിയ. റസിയ. സന്തോഷം കേട്ടാ. ഇങ്ങനെ ഒരു വീഡിയോ കിട്ടിയില്ലോ. മറ്റാളുടെ പേരെന്താ? നിങ്ങളുടെ വീട് എവിടെയായിട്ട് വീട്? ആ സ്ഥലത്തിന് എന്താ പറയുക? അപ്പുറത്തെ സ്ഥലത്തിന് എലിക്കോട്. അപ്പം ഈ പുഴയുടെ പേരെന്തിട്ടാ? അവിടെ നിന്ന് വരുന്നതാ അല്ലേ ഇത്? ആ ആ ആ ആ നിങ്ങൾ ഇത് സേഫാ അല്ലേ? ഇത് ഈ പാലം സേഫല്ലേ? അപ്പുറത്തെ ബൈക്ക് പോവാ? നമുക്ക് പോവാ? അവര് വരണണ്ടില്ലേ? അവര് പിടിക്കാണ്ടാ വരണേ. ഏത് സാധനം കണ്ടൂടെ? അതെന്താന്നറിയോ?
അതെന്താണെന്നറിയാം അവിടെ എഴുതിക്കണത്, അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ശല്യം ഉണ്ടാവാണ്ടിരിക്കാനാണ്. ഔട്ട്സൈഡേഴ്സ് ആർ നോട്ട് അലൗഡ് ടു യൂസ് ദ ബ്രിഡ്ജ്. നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതായിരിക്കും. അന്യർക്ക് പ്രവേശനമില്ല. പ്ലീസ്. നല്ലതാട്ടോ, ഒരു കുഴപ്പമില്ല ഇത്. ഈ പയറാണ് അത് ഫുള്ളു കേട്ടോ. കാട് വരാണ്ടിരിക്കാനായിട്ട്, പുല്ല് വരാണ്ടിരിക്കാനായിട്ട് അവർ വളർത്തുന്നതാണത്. ഇതുപോലൊക്കെ ചെയ്യാം. കയറാം. അവിടെ കാറ് കിടക്കണു. ഇതൊക്കെ ചൊക്കനല്ലേ? ഉണ്ടായി. ചൊക്കനെത്തിയില്ല അല്ലേ? ചൊക്കനയില് കയറാൻ പറ്റുമോ? ഇവിടെ പൊങ്ങിയ ഭാഗല്ലേ? താന്ന ഭാഗം. തുമ്പൂർ മൊഴിയിലല്ലേ? ആ, ഹരിസൺ മലയാളം ലിമിറ്റഡ്, കുണ്ടായി എസ്റ്റേറ്റ് ഓഫീസ്. അവിടേക്ക് എന്തുണ്ട് കേട്ടോ, അവിടെ ബംഗ്ലാവുകളാണെന്നുണ്ട് അല്ലേ? കുണ്ടായി എസ്റ്റേറ്റ് എംപ്ലോയീസ് ക്യാൻറ്റീൻ അത്. കേരള നല്ലതാ ചേട്ടാ, കേരള നല്ലതാ. അവിടെ പുഴയുണ്ട് കേട്ടോ, അവിടെ പുഴയുണ്ട്, അതിലുണ്ട്. ഈ സൈഡില് അടിപൊളി. നോക്കി അവിടെ നോക്ക്, ആ മുകളിലേക്ക് നോക്കി നിക്കണ ചെടികള് എന്തുപോലെ നിക്കണ, അവര് പന്തലിട്ട പോലെ അല്ലേ? ഇവിടെ വേറെ പാലം. ഇത് ആട്ടുപാലം, ഇതും പാലം തന്നെയാണ്. ആട്ടുപാലാണോ? ഇതേ വണ്ടി പോണു, മറ്റോടത്ത് വണ്ടി പോകുന്നു പറഞ്ഞു. ആ പിള്ളേര് കയറിയപ്പോ ആ പാലം കുലുങ്ങിയത് കണ്ടോ ചേട്ടാ? വണ്ടി പോവോ? ചിമ്മിനി ഡാം നേരെ ചേട്ടൻ അല്ല, ലെഫ്റ്റിലേക്ക് ചിമ്മിനി ഡാം, പോയ കോടാലി പള്ളിക്കോള, നേരെ പോയ മലമ്പതിയോ, മലമ്പതി. ഏതിമ്മ അതിമ്മ അവിടത്തെ അമ്മ കേറാല്ലേ നമുക്ക്?
അതെ അല്ലേ താമസം ഉണ്ട് അല്ലേ? അപ്പൊ എന്താ കിടക്കാൻ പാടാൻ നേരിച്ചിരിക്കണേ? അപ്പൊ അവരെ ആൾക്കാരെ ശല്യപ്പെടുത്തും. ആൾക്കാർ പാലും തൊട്ടി പാലും കൊണ്ട് വരുമ്പോ ഇറങ്ങില്ലേ, പിന്നെ പോയി എന്താ പറയാ. അത് ശരി. ഇനി ഇങ്ങോട്ട് പോയാലും എന്താ പറഞ്ഞ അവിടെ കോളനി കൊറേ ആൾക്കാർ താമസിക്കണ്ട? ഓ അത് ശരി. ഞങ്ങള് വരന്തരപ്പള്ളി തന്നെയാ, ആദ്യമായിട്ട് പറഞ്ഞ ഇവിടേക്ക്. ഇല്ല, അറിയില്ല. ഈ വഴിക്ക് എങ്ങനെ വന്ന് കയറാൻ പറ്റുമെന്ന് അറിയാനായിട്ട് സ്ട്രൈറ്റ് വേലിപ്പടം വഴി അറിയാം, നമുക്കറിയാം. ഇതൊക്കെ കാണാൻ ഭയങ്കര ശരിയല്ലേ? ഇങ്ങനെ അങ്ങനെ കയറി പോകാനുള്ള വഴി. ഡാമിന്റെ താഴെ ആനയുണ്ടായിരുന്നു. ഇന്നലെയാ? തിരിച്ചു പോവാം, ഞങ്ങൾ പോകണ്ട. മലമ്പതി കുണ്ടായിനാണല്ലേ? നേരെ പോയ മലമ്പതി, ഇങ്ങോട്ടും പോയ കോണാലി വള്ളിക്കുളങ്ങര. എന്തോരം ദൂരമുണ്ട് വെള്ളിക്കുളങ്ങരക്ക്? വെള്ളിക്കുളങ്ങരക്ക് 15 കിലോമീറ്റർ. വെള്ളിക്കുളങ്ങരക്ക് അല്ലേ? കോടാലിക്കാണെങ്കിൽ 8 കിലോമീറ്റർ. കോടാലിക്ക് എത്ര വെള്ളിക്കുളങ്ങരക്ക് പോവാ? രണ്ട് വഴിയാ. 2 വഴി. വെള്ളിക്കുളങ്ങര കോടാലിക്ക് പോവാ. വഴിയോ അല്ലേ? 2 വഴിയോ? ആ, കുറച്ചങ്ങോട്ട് പോയിട്ട് റൈറ്റ് തിരിഞ്ഞാൽ വെള്ളിക്കുളങ്ങരക്ക് എത്ര കിലോമീറ്റർ ആണ്? 11 കിലോമീറ്റർ. പിന്നെ അവിടെ നിന്ന് അതിരപ്പള്ളിക്ക് പോകണമെങ്കിലോ? അതിരപ്പള്ളിക്ക് ഉണ്ടാവല്ലേ? ഈ പാലത്തിമൂടെ കാർ പോവോ? കാർ പോവോ? കുറച്ച് നടക്കണ്ട. മലമ്പതി എന്ന് പറഞ്ഞാൽ മലമ്പതി എന്ന് പറഞ്ഞാൽ അവിടെ ഈ കോളനിയാണ്, ആദിവാസികൾ താമസിക്കുന്ന ഒരു മേഖല. ഞങ്ങൾ ചേട്ടൻ ഒന്ന് പോയിട്ട് വരാം, കുറച്ച് നേരം അങ്ങോട്ട് മലമ്പതിയിലേക്ക്. അവിടെ കൊറേ ഭൂമി റബ്ബർ ആന കളഞ്ഞ് ഒഴിഞ്ഞ് എടുക്കുന്നുണ്ട്. കുറച്ച് ദൂരം പോയിട്ട് വരാം, കണ്ടിട്ട് വരാലോ. ഇത്ര വരെ എത്തിയില്ലേ, അപ്പൊ അത് കണ്ടിട്ട് പോ കൂടെ അല്ലേ? ഞാൻ മുൻകരിക്കട്ടെ ചേട്ടാ. ചേട്ടാ, ഈ പാലത്തിന്റെ പേരെന്താ പറഞ്ഞത്? മലമ്പതി പാലം. ഉള്ളിയോടെ വാങ്ങില്ലേ തിന്നോ? അല്ല, നമ്മളവിടെ ചോദിച്ചപ്പോ അവര് വർത്താനം പറഞ്ഞപ്പോ നമുക്ക് അല്ല ചായ കുടിച്ചാൽ നമുക്ക് അറിയില്ലേ. ഇപ്പോഴേ നമ്മള് നേരത്തെ കണ്ടതും ഇവിടെ ആദിവാസികൾ താമസിക്കുന്ന സ്ഥലമാണത്. അപ്പൊ ആദിവാസികളുടെ ഒരു കേന്ദ്രമാണത്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് പാലം പണിത് കൊടുത്തും റോഡ് നന്നാക്കി പണിതിട്ടുണ്ട്. ഇതൊക്കെ ആദിവാസികൾക്കുള്ള റോഡൊക്കെ പണിത് കൊടുത്തിട്ടുണ്ട്. ചൂടോടെ കഴിക്കാലോ. ഇത് പാടിയാണോ? ഇത് ആൾക്കാർ താമസിക്കുന്ന സ്ഥലം തന്നെയാ. എന്തിനാ കഴിച്ച? പരിപ്പോടിയാ? ഉള്ളിവട. ഇതൊക്കെ പാടിയാട്ടോ, ആദിവാസികളൊന്നും ആവില്ല. പാടി ഇവിടെ കിണറുണ്ട് കേട്ടോ, മൂടിയിട്ടുണ്ട്. അവിടെ ഇവിടേക്കുള്ള ആൾക്കാർക്കുള്ള വെള്ളം വിടണം തോന്നണ. അപ്പുറത്ത് പുഴയും. ഹലോ, എന്താടാ ചെക്കന്മാരോട് ഹലോ പറഞ്ഞു? അതെന്റെ പിള്ളേരെ പോലത്തെ കുട്ടികളല്ലേ, എന്റെ മക്കളെ പോലത്തെ കുട്ടികളല്ലേ അവര്. ശരിക്ക് അതെ ചേട്ടാ, ആ പുഴയുടെ ഇപ്പുറത്താണിത്. അപ്പുറത്ത് മറ്റേ വഴി, ഇപ്പുറത്ത് ഈ വഴി.
ഇവര് വന്നിക്കുന്നത് പോലെ കാണാൻ വന്നവരാന്നുണ്ട്. ബന്ധുക്കാരാ അമ്മൂമ്മയുടെ 12 മണിയുടെ അലാറിന് കേൾക്കണം. അപ്പൊ 11 മണി അടിച്ചത് 15 വർഷം അടിക്കത്തില്ല ആണോ? അപ്പൊ 1 മണിക്കൂർ യാത്ര ചെയ്തു. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്, അല്ലേ സുന്ദരി? എന്ത് ഭംഗിയല്ലേ? നല്ല പാട്ട് പാടിക്കോ. ഏത് പാട്ടാ പാടണേ? ഒരു അടിപൊളി പാട്ട് പാട്. കഴിക്കണോ? അയ്യോ വേണ്ട വേണ്ട, എനിക്കിങ്ങനെ വരാൻ പറ്റും. ചിമ്മിടാൻ പോയില്ലെങ്കിലും കുഴപ്പമില്ല. തൊമ്മൻകുത്തിൽ പോയില്ലേ? അതിനേക്കാളൊക്കെ സൂപ്പർ ഇതല്ലേ? തൊമ്മൻകുത്തില് അവിടെ പോയില്ലല്ലേ? തൊമ്മൻകുത്ത് എവിടെ ചേട്ടാ ഇവിടെ പോണി? ഇതൊക്കെ ആന വരുമെന്ന് പറയുന്നു. ചെറിയ ചെറിയ തോടൊക്കെ ഉണ്ട് ഇവിടെ. ചൊക്കന ചക്കി എന്നിട്ട് പറയാ ചക്കിക്കടവ്. ഓ ഇവിടെ കുഞ്ഞി കുഞ്ഞ നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്. പക്ഷെ ഉള്ളി കുറവാണ്. ഉള്ളി കുറച്ചിട്ടല്ലോ ഇവിടെയൊക്കെ സാധനങ്ങൾ കിട്ടാൻ ക്ഷാമുണ്ടാവും. കോടാലിക്ക് പോളോ കോടാലിക്ക് സൗകര്യം ഡ്രൈവിംഗ് പഠിക്കാം. ഇവിടെ ഈ ഭാഗത്തേക്കല്ല, ആ പള്ളി വരാമെന്ന് നമ്മള്. പള്ളി കണ്ടില്ലേ? എവിടെ ചൂടില്ല, തണുപ്പുടങ്ങി. ഇവിടെ എത്തുമ്പോ അല്ല നല്ല മഞ്ഞ് പോലെ ഉണ്ട് അല്ലേ? ഊട്ടിയിലേക്ക് പോണ പോലെ ഉണ്ട് അല്ലേ? ഊട്ടിയിലേക്ക് മൈസൂര് പാലപ്പള്ളി എന്ന പുതു കടവുണ്ട്. നല്ല തണുപ്പുണ്ട് ഇവിടെ. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട് കേട്ടോ. പറയാം ഒരു 12 മണിക്ക് തണുപ്പ് അല്ലേ? പക്ഷെ ഇവിടെ നല്ല രസം. ഇവിടെയൊക്കെ 20 ആവും ടെമ്പറേച്ചർ. 20 ഇവിടെ തണുപ്പുണ്ടെങ്കിൽ ഉണ്ടല്ലോ മൂന്നാറ് പോലെ മാറുന്നല്ലോ. ഇവിടെ മാത്രമേ അറിയുള്ളൂ. അല്ലല്ല, ഇവിടേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടാ സുന്ദരിയ. ഇവിടേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കാണാനായിട്ട്. മഞ്ഞാട്ടമ്മേ റിയൽ തണുപ്പന്നെയാ. അന്ന് ഇറങ്ങി നിന്നിട്ട് അത് ഫീൽ ചെയ്യണം ശരിക്കും. എല്ലായിടത്തും തണുപ്പില്ല, ചിമ്മിണ്ടാവിൽ തണുപ്പില്ല. ആ വഴിയിലില്ലേ ഈ ഭാഗത്താണ് വന്നത്, പെട്ടെന്ന് വന്നത്. എവിടെ? അല്ല, ഇത് ഇവിടുത്തെ ആദിവാസി കോളനികൾ കഴിഞ്ഞുകൊണ്ടാ നമ്മൾ സംഭവം. സുന്ദരി ഇത് കണ്ട പോരെ? ആ ഇതെന്തിനാ സദ്യ? അവിടെ വീട് കണ്ട, അവിടെ ഒരു വീട് അറ്റത്ത് കോളനി ആകുമ്പോ കൊറേ വീടുകളുണ്ടാവില്ലേ ചേട്ടാ? കോളനി ആകുമ്പോ കൊറേ വീടുകളുണ്ട്. ഇതിവിടെ എഴുതിച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനു നോട്ടെട്ടാ ഞാൻ വായിക്ക പ്രധാനമന്ത്രി സടക്ക്. ഓക്കെ, പ്രധാനമന്ത്രി സടക്ക് യോജന. നല്ല വഴിയില്ല. ഒരു വീട് ഇത്, അവിടെ ഒരു വീട്, ദേ വേറെ വീട്. ഇവിടെ ആൾക്കാർ താമസിക്കുന്നില്ല. ആന വരെ ഇവിടെ ആന വന്നിട്ട് ഉപദ്രവിക്കുള്ളൂ പറഞ്ഞു. അവിടെ നല്ല വീടൊക്കെ ഉണ്ട്. 2 വീട്, നല്ല വീട്. തോട് പോണ്ടത് പോണ്ട ജോലി റബ്ബർ കെട്ടാൻ ആരോന്നാണ്. വേറെ വീട്, അവിടെ കിണറ്, എല്ലാ സൗകര്യങ്ങളും.
ഇത് കാണണ്ടല്ലോ ഈ മല ഇതാണ് കാണാൻ ഭംഗിയുള്ള സ്ഥലം. ഈ കാണുന്നത് ഈ കാണാൻ ഇത് തന്നെ അങ്ങോട്ട് ആ മല അതാണല്ലേ മുട്ടക്കുന്ന്. അതിന്റെ മുകളിലേക്ക് കയറ്റാണ് ഫോട്ടോ എടുക്കണത് അല്ലേ? തിരിച്ചോട്ടെ. ഇത് ഹരിസൺ മലയാളം ലിമിറ്റഡ്. മുട്ടക്കുന്ന് കണ്ടില്ലേ? മുട്ടക്കൊന്നല്ലത് മുട്ടക്കൊന്ന് റൗണ്ടായിട്ടിരിക്കട്ടാ ഒരു കൊന്ന് കുറച്ചുകൂടി പോയാലോ ചോദ്യ? ഇത്തിരി പോയാലോ ചോദ്യ? നമുക്ക് മതിയായിട്ടില്ല. അതൊന്നും അറിയാമോ നമുക്ക് ആ ഭാഗത്തേക്ക് പോകണ്ടേ? തയ്ക്കണ അല്ലേ പതുക്കേട്ട മോനെ? അവിടെ തോടാണ്. വരന്തരപ്പള്ളി പഞ്ചായത്താണ്. അവിടെ കൊറേ വീടുണ്ട് കേട്ടാ. ഇവിടെ ഒരു മലയാളം ചേട്ടൻ വഴിയല്ലോ വഴിയാന്ന് അറിയില്ല ചേട്ടൻ നോക്കിയാ. ചേട്ടാ അങ്ങോട്ട് പോയി ഒരു മലയന്മാരുടെ ഒരാളെ വർത്താനം പറയായിരുന്നു. അമ്മക്ക് ആ പറയണ്ടാവുമ്പോ ഈ അവിടെ അണക്ക് നിൽക്കണ്ട. നമ്മള് ഇത്തിരി പോകുന്നുള്ളൂ അങ്ങോട്ട്. വെള്ളം കുടിച്ചമ്മ 2 മണി അടിച്ചിട്ട് വെള്ളം കുടിച്ചാ. വെള്ളം എടുത്തണ്ട വെള്ളം കുടിക്കില്ല. നമുക്ക് വേണമെങ്കിൽ അത് വരയ്ക്കണം. പരുപ്പ് കുഴപ്പമില്ല. 2 ബെല്ലടിക്കുന്നത് എല്ലാ മണിക്കൂറും. ആ ബെല്ലടിച്ച് മാത്രമേ ഉള്ളൂ, വെള്ളം കുടിയില്ല. നല്ല കേട്ടല്ലോ ഇവിടെ, അടിപൊളി കേട്ട. എനിക്ക് മതിയായില്ല. ഒരു ദിവസം മാത്രം ഇത് തന്നെ ചെയ്യണമായിരുന്നു ചേട്ടാ. ഞാൻ ചെമ്മിടാൻ ചെയ്തതില് വേണ്ടേ? അല്ല അല്ല പോണം പോണം പോണം. എൻ്റെ ഒരു സ്ഥലം കഴിയാറായി. എന്തിനല്ല ചേട്ടൻ നിങ്ങൾ മറ്റോടത്തേക്ക് പോണേ? എന്തിനായി തൊമ്മക്കുത്തിരിക്കൊക്കെ പോയേ? അടിപൊളി. സ്കൂളിൽ പോകണല്ലേ? സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ കൊണ്ടുപോവാ കാണിക്കൽ കാണാൻ. പിന്നെ ഒരു സൂയിസൈഡ് പോയെന്നു പറയാം. എന്തൊരു ഭംഗിയായിട്ട് ഈ റബ്ബറൊക്കെ വെച്ചേക്കണം അല്ലേ? വരി വരി വരിയായിട്ട് ഒരു ഇഞ്ച് പോലും തെറ്റാണ്ട് വെച്ചേക്കണം അല്ലേ? ഒരു എന്ത് രസമായിട്ട് ഈ റോട്ടിൽ നോക്കെ കേട്ടാ. റോട്ടില് നല്ല റോട്ടിലേ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കൂടിയിട്ട് ഒരു പന്തലിട്ട പോലെ. ഓ അവിടെ എവിടെ വെക്കല്ല. നമ്മൾ എത്തിയ സ്ഥലത്തില്ല അല്ലേ? എത്തിയിട്ടില്ല അല്ലേ? നമ്മുടെ ജുമിനൊക്കെ ഇറന്നേ പണ്ട്. ആ നമ്മുടെ ജുമിനൊക്കെ ആയിരുന്നു. ഞാൻ പണ്ട് എൻ്റെ അച്ഛൻ അവിടെ കൊണ്ടുവന്നുണ്ട്. ഇവിടെ ചെലപ്പുണ്ടായില്ലേ ഈ ഹെലികോപ്റ്റർ ഒന്നുണ്ടായിരുന്നു. ഹെലികോപ്റ്റർ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഹെലികോപ്റ്ററിൽ വെള്ളം തെളിക്കി റബ്ബറിന്റെ മുകളില് മരുന്ന് കളിക്കും. അപ്പൊ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഹെലികോപ്റ്റർ കാണാൻ വിമാനം കാണാൻ പറഞ്ഞ് വലിയ അത്ഭുതമല്ലേ? എന്ത് എന്ത് കാണിച്ചേ? ചേട്ടൻ എവിടെ കാണിക്കുന്നു? ആ പിള്ളേരതേ സുന്ദരിയാ. ഗ്രൗണ്ടില്ലേ? ക്രിക്കറ്റ് ഗ്രൗണ്ട് നമ്മളത് എവിടെയാണ്? ഈ വഴി തന്നെയാണോ അത്? ആ അത് തൂക്കുപാലം കഴിഞ്ഞിട്ടാണോ? ആ ഈ പാലം കഴിഞ്ഞ റൈറ്റിലേക്ക്. ആ റോഡ് നേരെ വന്ന് പുൽക്കണ്ണി വന്ന് കൂട്ടല്ലേ ചെയ്യാ? ഈ റോഡ് പുൽക്കണ്ണിലേക്കല്ല ഒന്ന് കൂട്ടുക? അല്ലേ? അപ്പൊ ആ വഴിയിലാണോ ഈ ഇതുള്ളത്? ഓക്കെ ഓക്കെ.
കാണാൻ പറ്റും നമുക്കത് റോട്ടില്? വണ്ടി പോവോ? കാറ് പോവോ? ആ അവിടെ ഇവിടെ ഗ്രൗണ്ട് ഉണ്ടായി, ഭയങ്കര ഫേമസ് ആയി മോളിന്ന്. ശരി ശരി. ബിനീഷില്ലേ മറ്റേ സ്റ്റേഷനുള്ളത് ബിനീഷ്, അവൻ്റെ അനിയൻ അവരെ കൂടിയിട്ട് ഗ്രൗണ്ടിൽ സെറ്റാക്കിയത് അവരെ വീഡിയോയിലുണ്ട്. ആ സംഭവം യൂട്യൂബിൽ വന്നു, പിന്നെ അത് ഇൻസ്റ്റാഗ്രാമിൽ വന്നു, പിന്നെ ലിങ്ക്ഡിനിൽ വന്നു. അങ്ങനെ ഞാൻ നോക്കുമ്പോ ഇന്ത്യയുടെ ഒരു ലിങ്ക്ഡിൻ പോസ്റ്റിൽ വന്നേക്കാണ് ക്രിക്കറ്റ് ഗ്രൗണ്ട് ഇൻ കേരള. ഞാൻ കണ്ടിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ട്. അവിടെ ഇരിക്കുന്നുണ്ട് ആൾക്കാര്. ഇവിടുത്തെ ചേട്ടപ്പം വട മേടിച്ചത്, ഉള്ളിവട, ടേസ്റ്റി ഉള്ളിവട കഴിച്ചില്ലേ? ബാക്കിയാ ചേട്ടൻ കഴിച്ചോളൂ, എനിക്ക് വേണമെന്നില്ല. സംഭവം കുഴപ്പമൊന്നുമില്ല. നമ്മള് ഈ എണ്ണ ഉണ്ടല്ലോ, നമുക്കൊരു മനുഷ്യന് ശരാശരി എണ്ണ ശരീരത്തിലേ എനിക്കറിയാം. ശരാശരി എണ്ണ ഉണ്ടല്ലോ, ഫാറ്റ് നമുക്കറിയില്ലേ, ഫാറ്റ്, പ്രോട്ടീൻ, പിന്നെ കാർബോഹൈഡ്രേറ്റ്സ്, ഈ മൂന്നും കൂടുമ്പോഴാണ് നമുക്ക് കയറുന്നത്. നമ്മള് എണ്ണയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോ നമുക്ക് ഫാറ്റ് കിട്ടണം, മനസ്സിലായില്ലേ? അപ്പൊ ഈ എണ്ണയൊക്കെ ഫാറ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു പരിധിക്ക് മേലെ എണ്ണ വന്നാൽ നമുക്ക് തടി വയ്ക്കും. നമ്മൾ വിചാരിക്കും ഇത് വെറും സംഭവമല്ലേ, സ്നാക്സ് അല്ലേ എന്നുള്ളത്. കായ വറുത്തത് ഇങ്ങനെ എന്ത് ഇതിന് അത് നമുക്ക് ഭയങ്കരമായിട്ട് ബോഡിയിൽ ഫാറ്റ് വരും. ഫാറ്റ് ലിവർ പറഞ്ഞാൽ അത് മാത്രമല്ല, ഇത് വരണം, ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത, ബ്ലോക്ക് വരില്ലേ, അതാണ് ഫാറ്റ് ലിവർ. ഏറ്റവും വലിയ നല്ല മാർഗ്ഗം എന്നും പരിപാടി കഴിക്കുക, ഉള്ളിവട, പഴംപൊരി, അതൊക്കെ ഉള്ളിലുണ്ടല്ലോ, എണ്ണ ഫാറ്റാണ്. എന്നും കഴിക്കുക. നമ്മളൊരു ഭാഗം ഉണ്ടായിരുന്നില്ല. ടൂറിസ്റ്റുകളാ, തിരക്കില്ല, നമ്മൾ തിരക്കില്ലാണ്ട് അവിടെ പോയി എമ്മൂടെ ആൾക്കാർ നടക്കണത് കണ്ടു, അത്ര മതി. തണുത്ത് ജനൽ തുറന്നിട്ടല്ലേ ചേട്ടാ, ചില്ല് തുറന്നിട്ടല്ലേ, നല്ല രസകരമാണ്. എ സി ഉണ്ട്, ഓൺ ചെയ്തില്ലേ? എ സി ഇടേണ്ട ആവശ്യമില്ലേ? പിന്നെ ആ ആ പയറ് കണ്ടു ചേട്ടാ, ഇത് ചേട്ടാ ആ പയറ് കണ്ടോ? ഈ പയറാണത്, ഇത് വണപ്പയറാണ് ശരിക്കും. ആ പയർ തന്നെയത്. ഹരിസൺ മലയാളം മുപ്പിളി എസ്റ്റേറ്റ് ഹോസ്പിറ്റൽ. ഓ, ഇവിടെയായിരുന്നു ചേട്ടാ നമ്മുടെ സുകുമാരനൊക്കെ ജോലി. അത് ഷിമ്മ ഡാമിലേക്ക് പോണ വഴിയല്ലേ? ഇവിടെ പള്ളിയുണ്ട്. ഇവിടെ എന്നിട്ടാ വിശുദ്ധ യൂദാത ദേവൂസിന്റെ കപ്പേടയാണ്. അടുത്ത ഇത് നമ്മള് കണ്ടില്ലേ നേരത്തെ?